നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീ സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിലും ഇന്റർ മയാമിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഏഷ്യൻ ടൂറിൽ ഇന്റർ മയാമി 4 കളികൾ കളിച്ചതിൽ ഹോങ്കോങ്ങിനെതിരെ നടന്ന ഒരു കളി മാത്രമാണ് വിജയിച്ചത്. അതിനു മുമ്പ് ഏഷ്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൽ സാൽവഡോറിനെതിരെയും ഡല്ലാസ് എഫ്സിക്കെതിരെയും കളിച്ചു. ആ 2 കളികളും വിജയിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സുമായിട്ട്, അതായത് ലിയോ മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബുമായിട്ട് ഇന്റർ മയാമി പ്രീ സീസൺ മത്സരം കളിച്ചു. മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. 1-1 സമനില. തീർച്ചയായിട്ടും മെസ്സി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി വൈകാരികതയോടുകൂടി നോക്കിക്കണ്ടൊരു കളിയാണിത്. മെസ്സി തൻ്റെ കുട്ടിക്കാലത്ത് കളിച്ച ക്ലബ്ബ്, ആ ക്ലബിനെതിരെ ലയണൽ മെസ്സി കളിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തിരുന്നു മെസ്സി. 60 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗോളോ അസിസ്റ്റോ ഒന്നുമില്ല. ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ആദ്യത്തെ 60 മിനിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പക്ഷേ മയാമിക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാനൊന്നും കഴിഞ്ഞില്ല. കളി 1-1 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. മെസ്സി പോയതിനു ശേഷം കളിയുടെ 64-ാമത്തെ മിനിറ്റിൽ ബോർഗലിലൂടെ ഇന്റർ മയാമി മുന്നിലെത്തിയതാണ്. എന്നാൽ കളിയുടെ 83-ാമത്തെ മിനിറ്റിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിന് വേണ്ടി ഫ്രാങ്കോ മാർട്ടിൻ ഡയസ് ഗോൾ അടിച്ചതോടെ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. എന്തായാലും മയാമിക്ക് ഇനി MLS സീസണിലെ മത്സരങ്ങളാണ് വരാനുള്ളത്. ഫെബ്രുവരി 22 അവരുടെ മത്സരം വരുന്നു. എതിരാളികൾ റിയൽ സാൾട്ടിലേക്കാണ്. ഫെബ്രുവരി 22 രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ആ മത്സരമുള്ളത്. ആരാധകരുടെ കാത്തിരിപ്പ് ഇനി ആ കളിക്ക് വേണ്ടിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.